നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷം മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റുകളിലെ പരിഷ്കരണവും കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിയമങ്ങളും ഡ്രൈവിംഗ് സ്കൂളുകാരുടെ സമരവുമെല്ലാം കൊണ്ട് വാർത്തകൾക്ക് ഒരു പഞ്ഞവുമില്ലായിരുന്നു. പ്രതിഷേധങ്ങൾ കനത്തതോടെ പിൻവലിഞ്ഞ മോട്ടോർ വാഹന വകുപ്പ് പുതിയ നീക്കവുമായി എത്തിയിരിക്കുകയാണ്. സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ ടെസ്റ്റിംഗ് ഗ്രൗണ്ട് സജ്ജമാക്കി പരിഷ്കാരം നടപ്പിലാക്കുവാനാണ് തീരുമാനം. അതിനായി സ്ഥലവും സൗകര്യവും ഒരുക്കുവാൻ സ്വകാര്യ സംരംഭകരെ ക്ഷണിച്ചിരുന്നു. ഇപ്പോൾ വരുന്ന വാർത്ത പ്രകാരം 11 സ്ഥലങ്ങളിൽ താൽപര്യമറിയിച്ച് അപേക്ഷകർ എത്തി എന്നതാണ്. ഇതുവരെ എങ്ങനെയെങ്കിലും എച്ച് എടുത്താൽ ലൈസൻസ് കിട്ടുമായിരുന്നു. പുതിയ പരിഷ്കാര പ്രകാരം നിലവിലെ എച്ചിനു പകരം റിവേഴ്സ് പാർക്കിംഗ്, സിഗ്സാഗ്, കയറ്റിറക്കം, പാരലൽ, ആംഗുലാർ പാർക്കിംഗ് തുടങ്ങിയ സങ്കീർണമായ ടെസ്റ്റുകളാണ് വരുന്നത്. പക്ഷേ ഇത് നടപ്പിലാക്കുവാൻ മതിയായ സ്ഥല സൗകര്യവും ട്രാക്കും ഇല്ലാത്തതാണ് മോട്ടോർ വാഹന വകുപ്പിന് വെല്ലുവിളിയായത്. ഇതുകൂടാതെ CITU അടക്കം കനത്ത പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. അതോടെ സർക്കാർ ഈ നീക്കത്തിൽ നിന്നും പിന്മാറിയിരുന്നു. ഡ്രൈവിംഗ് സ്കൂളുകാരോട് സ്ഥല സൗകര്യം ഒരുക്കുവാൻ ആവശ്യപ്പെട്ടെങ്കിലും അവരും കൈയൊഴിഞ്ഞു. പിന്നീട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോട് ഇതിനായുള്ള ശ്രമം നടത്തുവാൻ ആവശ്യപ്പെട്ടു. അതും വിജയിച്ചില്ല. ഇപ്പോൾ 9 ഇടങ്ങളിൽ മാത്രമാണ് മോട്ടോർ വാഹന വകുപ്പിന് സ്വന്തം ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങൾ ഉള്ളത്. ഈ ഇടങ്ങളിലും പുതിയ രീതിയിലുള്ള ടെസ്റ്റ് നടത്തുവാൻ മാറ്റങ്ങൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ നടത്തുവാൻ ഉദ്ദേശിക്കുന്ന പരിഷ്കരണങ്ങൾ സാധ്യമാക്കണമെങ്കിൽ എച്ച് ടെസ്റ്റിന് പകരമുള്ള ടെസ്റ്റിംഗ് ട്രാക്ക് ഒരുക്കുവാൻ 30 സെന്റ് സ്ഥലമെങ്കിലും വേണം. പ്രതലം കോൺക്രീറ്റ് ചെയ്യുവാൻ 8 ലക്ഷം രൂപയും വിശ്രമ സൗകര്യം, ശൗചാലയം എന്നിവയ്ക്കായി 3 ലക്ഷത്തോളം രൂപയും വേണ്ടിവരും. റോഡ് ടെസ്റ്റ് കൂടി നടത്തുവാൻ സ്ഥലം ഒരുക്കുകയാണെങ്കിൽ 2 ഏക്കറിലധികം ഭൂമി കൂടി വേണ്ടിവരും. ഇതെല്ലാം ഒരുക്കുവാൻ പുതിയ മോഡൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകൾ തുടങ്ങുവാൻ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ കൂട്ടായ്മകൾ, സ്വകാര്യ കമ്പനികൾ എന്നിവർ സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ്. ഈ സ്ഥലം പരിശോധിച്ച് റിപ്പോർട്ട് നൽകുവാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ 11 അപേക്ഷകളാണ് എത്തിയിരിക്കുന്നത്. ഒന്നിലധികം പേരും ഒരു സ്ഥലത്തേക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും അനുമതി നൽകുന്നത്. കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് പുതിയ രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റിന് മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചത്. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ ഇത് മരവിപ്പിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു. ഇതിൽ സ്വകാര്യ സംരംഭകർക്ക് പരിശീലനം നടത്തുന്നതിൽ നിന്ന് ഫീസ് ഈടാക്കാം. സ്ഥലവും അനുബന്ധ സൗകര്യങ്ങളും സംരംഭകർ ഒരുക്കണം. ഡ്രൈവിംഗ് ടെസ്റ്റിന് സ്ഥലം സൗജന്യമായി വിട്ടു നൽകുകയും വേണം. ഇവിടെ പരിശീലനം നടത്തുവാൻ ട്രാക്ക് വിട്ടുകൊടുക്കുമ്പോൾ അതിന് സംരംഭകർക്ക് ഫീസ് ഈടാക്കാം. ഇതാണ് നടത്തിപ്പുകാരുടെ പ്രധാന വരുമാനം. സ്വന്തമായി സ്ഥലമില്ലാത്ത RTO ഓഫീസുകളിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ വാടകയ്ക്കെടുത്ത സ്ഥലത്തും റോഡ് പുറമ്പോക്കിലുമാണ് ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നത്. മാവേലിക്കര, കായംകുളം, നന്മണ്ട, ഇടുക്കി, കൊടുവള്ളി, തൃശൂർ, പാല, മണർക്കാട്, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ സ്വകാര്യ സംരംഭകരുടെ അപേക്ഷകൾ ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ദിവസം 7500ഓളം പേരാണ് മൊത്തത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് എത്തുന്നത്. ടെസ്റ്റിംഗ് ട്രാക്കിലെ പരിശീലനത്തിന് ഇരുചക്ര വാഹനങ്ങൾക്ക് 100, കാറുകൾക്ക് 500 എന്നിങ്ങനെയും ഈടാക്കുന്നുണ്ട്. പലയിടത്തും വ്യത്യസ്ത നിരക്കാണ് ഉള്ളത്. ഇപ്പോൾ ടെസ്റ്റിന് മാത്രം 300 രൂപ ഫീസ് ഈടാക്കുന്നുണ്ടെങ്കിലും മിക്കയിടത്തും പുറമ്പോക്കിലും റോഡ് വക്കിലും ഡ്രൈവിംഗ് സ്കൂളുകൾ വാടകയ്ക്കെടുത്ത സ്ഥലത്തുമാണ് പരിശോധന നടത്തുന്നത്. സ്വകാര്യ അപേക്ഷകർ നൽകിയ ഭൂമി അനുയോജ്യമാണോ എന്ന് പരിശോധന നടത്തുന്നതിനും തുടർ നടപടി സ്വീകരിക്കുന്നതിനും ബന്ധപ്പെട്ട RTOമാർക്കും ജോയിന്റ് RTOമാർക്കും ഗതാഗത കമ്മീഷണറേറ്റ് നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഇതിന്റെ പുതിയ അപ്ഡേറ്റ് ലഭിക്കുമ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക്, കമന്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക.